മഴ പെയ്തു തോർന്ന ഒരു സന്ധ്യയായിരുന്നു. മണ്ണിൽ നിന്നുയരുന്ന ഗന്ധമുണ്ടായിരുന്നു. പഴയ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ ചായക്കടയുടെ ബെഞ്ചിലിരുന്ന് സുഫിയാൻ കയ്യിലെ പഴയ ഫോൺ നോക്കി നിന്നു. ഫോണിൽ വന്ന മെസ്സേജ് ചെറിയതായിരുന്നു. ഉമ്മയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അത് വായിച്ചപ്പോൾ അവൻ്റെ കൈകൾ ചെറുതായി വിറച്ചു. അവൻ ഒരു നിമിഷം കണ്ണടച്ചു. 27 വയസ്സു മാത്രം പ്രായം. പക്ഷേ ജീവിതം അവൻ്റെ ചുമലിൽ 50 വയസ്സിൻ്റെ ഭാരമിട്ടിരുന്നു. വാപ്പ മരിച്ച ദിവസം മുതൽ വീട്ടിലെ മൂത്ത മകനെന്ന നിലയിൽ എല്ലാം അവൻ്റെ ചുമലിലായിരുന്നു. അനിയനും അനിയത്തിയും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നു. ഉമ്മക്ക് പ്രഷറും ഷുഗറും. അവൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒരു പഴയ ട്രങ്ക് പെട്ടിയിൽ പൂട്ടിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ഒരിക്കൽ ഗൾഫിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പാട്ടെഴുതണം എന്ന സ്വപ്നവും യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന ആഗ്രഹവും. പക്ഷേ ജീവിതം ചോദിച്ചത് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: വീട്ടുകാരെ നോക്കാൻ നീയുണ്ടാവുമോ? അന്നു മുതൽ സുഫിയാൻ സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ ഉത്തരവാദിത്വത്തെ സ്നേഹിക്കാൻ പഠിച്ചു. ആ രാത്രിയിൽ ആശുപത്രിയിലേക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ ജനൽക്കപ്പുറം നോക്കി നിന്നു. വഴിയരികിലെ ലൈറ്റുകൾ പിന്നിലേക്ക് ഓടിപ്പോകുകയായിരുന്നു. അവൻ ചിന്തിച്ചു, ജീവിതം എന്താ ഇങ്ങനെ? ഒരാളുടെ പ്രായത്തിൽ മറ്റൊരാളുടെ ബാധ്യതകൾ. ആശുപത്രിയിലെത്തുമ്പോൾ രാത്രി 11 കഴിഞ്ഞിരുന്നു. ഉമ്മ കിടക്കയിൽ കിടക്കുകയായിരുന്നു. മുഖത്ത് വല്ലാത്ത ക്ഷീണം. സുഫിയാനെ കണ്ടപ്പോൾ ഉമ്മ ചിരിക്കാൻ ശ്രമിച്ചു. നീ ഭക്ഷണം കഴിച്ചോ മോനെ? ആ ചോദ്യം കേട്ടപ്പോൾ സുഫിയാന്റെ കണ്ണ് നിറഞ്ഞു. സ്വന്തം വേദന മറന്ന മകന്റെ വിശപ്പിനെ ചോദിക്കുന്ന ഉമ്മമാർ ഭൂമിയിലെ അത്ഭുതങ്ങളാണ്. അവൻ ഉമ്മയുടെ കൈ പിടിച്ചു, ചേർത്ത് പിടിച്ചു പറഞ്ഞു, ഞാനുണ്ടല്ലോ ഉമ്മ, ഉമ്മ വിഷമിക്കരുത്. ആ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ അവൻ മനസ്സിലാക്കി, ചില വാക്കുകൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ ഭാരം ജീവിതം മുഴുവൻ ചുമക്കേണ്ടി വരും. ദിവസങ്ങൾ കടന്നുപോയി. രാവിലെ ജോലി, വൈകുന്നേരം ആശുപത്രി, രാത്രി വീട്ടുചിലവിൻ്റെ കണക്ക്. ഒരു ദിവസം സുഹൃത്ത് നിസാർ ചോദിച്ചു, നിനക്ക് ജീവിതം ഇല്ലേടാ ഇങ്ങനെ ചുമന്ന് നടക്കാൻ? അത് ഒരു തോൽവിയായിരുന്നില്ല, അതായിരുന്നു യഥാർത്ഥ ഉത്തരവാദിത്ത ബോധം. വർഷങ്ങൾ കഴിഞ്ഞു. ചെറിയ അനിയൻ ജോലി നേടി, അനിയത്തിയുടെ വിവാഹവും കഴിഞ്ഞു. ഉമ്മയുടെ ആരോഗ്യവും മെച്ചപ്പെട്ടു. ഒരു ദിവസം ഉമ്മ സുഫിയാനോട് ചോദിച്ചു, ഇനി നിനക്ക് വേണ്ടി ജീവിക്കണേ മോനെ? അവൻ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ ചെറുതായി ചിരിച്ചു. ഞാൻ ജീവിച്ചില്ലെന്ന് ആരാ പറഞ്ഞത് ഉമ്മ? നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചത് തന്നെയായിരുന്നു എൻ്റെ ജീവിതം. ചിലർ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയോ അവരുടെ സന്തോഷത്തിന് വേണ്ടിയോ ആയിരിക്കില്ല. മറ്റുള്ളവരുടെ സന്തോഷം നിലനിർത്താനും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനുമായിരിക്കും. ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ സമൂഹത്തിലും ഒരുപാടില്ലേ?